കരുനാഗപ്പള്ളി നഗരസഭയ്ക്കെതിരെ കുറ്റപത്രവുമായി UDF. നഗരഭരണത്തിൽ മുരടിപ്പ് ആരോപിച്ചാണ് UDF കുറ്റപത്രം സമർപ്പിച്ചത്. കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ് നഗരസഭയ്ക്ക് മുന്നിൽ പ്രവർത്തകർ കുറ്റപത്ര സമർപ്പണം നടത്തിയത്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വികസനം തടസ്സപ്പെടുത്തുന്ന കരുനാഗപ്പള്ളി നഗരസഭയുടെ സമീപനം തിരുത്തണമെന്ന് CR മഹേഷ് MLA ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 7 ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. തുക അനുവദിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. നഗരസഭാ പരിധിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി അമൃത 2 പദ്ധതിയിൽ നഗരസഭയെ ഉൾപ്പെടുത്തിയിട്ടും തുടർ പ്രവൃത്തികൾ ഏറ്റെടുത്ത് പദ്ധതി പ്രാവർത്തികമാക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും MLA കുറ്റപ്പെടുത്തി. സ്വകാര്യ ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിപ്പിക്കുക, തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുക, തകർന്ന റോഡുകൾ നവീകരിക്കുക, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF ടൗൺ സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് നടത്തിയ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പോലും ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താറില്ല. താലൂക്ക് വികസന സമിതി കൂടുമ്പോൾ, ജില്ലാ വികസന സമിതി കൂടുമ്പോൾ നഗരസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കാറില്ല. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. ആ റോഡ് നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്ന റോഡാണ്. 84 ലക്ഷം രൂപയാണ് MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. ഇന്ന് ഈ ടൗണിൻ്റെ പണി നടക്കുമ്പോൾ, ഇവിടെ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുമ്പോൾ ആ റോഡ് കൂടി ശോച്യാവസ്ഥയായിരുന്നുവെങ്കിൽ ജനം എവിടെ പോകുമായിരുന്നു? 84 ലക്ഷം രൂപ, ഏതാണ്ട് 1 കോടി രൂപയോടടുത്ത് ആ റോഡിന്റെ നിർമ്മാണവുമായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളൊക്കെ സമരവുമായി രംഗത്ത് വന്നു. അഴിമതിയാണ്, പൊടിയാണ്. ഇപ്പോൾ ഒരു പൊടിയില്ല, തരിയില്ല. മുഴുവൻ ആളുകളും നടുപൊടിയാതെ പോകുന്നത് ആ റോഡിലൂടെയാണ്. ഏറെ പഴക്കമുള്ള ഒരു പ്രശ്നമാണ് കരുനാഗപ്പള്ളി KSRTCയുമായി ബന്ധപ്പെട്ട വിഷയം. KSRTC ബസ് സ്റ്റാൻഡിന്റെ തെക്കുവശത്തോടുകൂടി കിഴക്കോട്ട് വിദ്യാലയ കോളേജ്, വലിയ ഹോസ്പിറ്റൽ മാത്രവുമല്ല മാർക്കറ്റിലോട്ട് പോകുന്ന, കിഴക്കോട്ട് പോകുന്ന മുഴുവൻ ആളുകളും പോരാ വാഹനങ്ങൾ പോകുന്നതാണ്. എത്രയോ കാലമായി നഗരസഭ പരിഹരിക്കേണ്ട വിഷയമാണ്. കേസ് ഹൈക്കോടതി കിടക്കുകയാണ്. 75 ലക്ഷം രൂപ ചെലവഴിച്ച് ഇപ്പൊ നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, എത്ര പെരുമഴ പെയ്താലും ശരി ഒരു തുള്ളി വെള്ളം കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കാത്ത രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി അഴിമതിയില്ലാതെ സുതാര്യമായി ആ ഓടപ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. UDF ചെയർമാൻ R ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ UDF കുറ്റപത്രം കാർഷിക കടാശ്വാസ കമ്മീഷൻ മുന്നംഗം KG രവി അവതരിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. സൗകര്യങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. ഈ നഗരസഭയുടെ പ്രഥമ നഗരസഭയുടെ ഭരണം നടത്തിയത് UDF ആയിരുന്നു. അന്ന് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കമിട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ തുടർന്ന് 2 തവണ UDFന് അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞില്ല. M അൻസർ, P രാജു, താഷ്കന്റ് കാട്ടുശ്ശേരിൽ, MS ഷൗക്കത്ത്, LK ശ്രീദേവി, തൊടിയൂർ രാമേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.